തൃശൂർ നഗരത്തിലെ സ്വകാര്യ ലോഡ്ജിൽ യുവതിയെ പ്രസവത്തിനിടെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെളിയന്നൂരിലെ നിയറസ്റ്റ് ലോഡ്ജിലാണ് ഈ സംഭവം ഉണ്ടായത്. തൃപ്രയാർ ഇടമുട്ടം സ്വദേശി ജ്യോതിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മാസം 27-നാണ് ഇവർ ഹോട്ടലിൽ മുറിയെടുത്തത്. ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, എന്താണ് സംഭവിച്ചത്? എന്ത് ദുരൂഹതയാണ് ഉള്ളത്? അതായത് 27-ാം തീയതിയാണ് യുവതി ഈ കാണുന്ന തൃശ്ശൂർ വെളിയന്നൂരിലുള്ള നിയറസ്റ്റ് ലോഡ്ജിൽ റൂം എടുത്തത്. ഒരു ഓട്ടോയിലെത്തി ഓട്ടോ ഡ്രൈവറുടെ സഹായത്തോടു കൂടിയാണ് ഇവിടെ റൂം എടുത്തത്. അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഓട്ടോ ഡ്രൈവർ ഇവിടെ എത്തി ഈ റൂമിലേക്ക് എത്തുകയും യുവതിയുമായി സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം ഇന്ന് യുവതിയെ വിളിച്ചപ്പോൾ ഒരു തരത്തിലുള്ള ഒരു പ്രതികരണവും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പ്രതികരണം ഇല്ലാതായതോടുകൂടിയാണ് ഇതൊരു സംശയം തോന്നുന്നത്. അങ്ങനെ ഈ ലോഡ്ജ് അധികൃതരെ വിവരമറിയിക്കുകയും അവർ പിന്നീട് പോലീസിനെ വിവരമറിയിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. അങ്ങനെ ഈ പോലീസ് എത്തി ഈ വാതിൽ തുറന്നപ്പോഴാണ് യുവതി മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. എടമുട്ടം സ്വദേശിയായ ജ്യോതിയാണ് മരിച്ചു കിടക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരു നവജാത ശിശുവുമുണ്ട്. ഈ യുവതി പ്രസവിച്ച കുഞ്ഞാണ് ഇത് എന്നുള്ളതാണ് ഒരു പ്രാഥമികമായ ഒരു നിഗമനം. അതായത് ഈ പ്രസവിച്ച ഉടനെ തന്നെ മരിച്ചതാണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ഈ ഓട്ടോ ഡ്രൈവറെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. യുവതിയെ ഈ മുറിയെടുക്കാനായി സഹായിച്ചു എന്നുള്ളത് മാത്രമാണ് താൻ ചെയ്തത്. കഴിഞ്ഞ ദിവസം വയറുവേദനയാണെന്ന് പറഞ്ഞപ്പോൾ മരുന്ന് വാങ്ങി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുമായി മുൻപരിചയമുണ്ട്. അങ്ങനെയാണ് തൻ്റെ ഓട്ടോയിൽ ഇവർ വന്നത് എന്നുള്ളതാണ് യുവതി പോലീസിനോട് നൽകിയിരിക്കുന്ന മൊഴി. ഇവർ ഇടയ്ക്കിടയ്ക്ക് ഈ നിയറസ്റ്റ് ലോഡ്ജിൽ മുറിയെടുക്കാറുണ്ട് എന്ന് ആണ് ജീവനക്കാർ മൊഴി നൽകിയിരിക്കുന്നത്. യുവതിയുടെ ഓട്ടോ ഡ്രൈവർക്കെതിരെ യുവതി മുൻപ് പരാതി നൽകിയിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. 2024 തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു ആ ഒരു പരാതി. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദുരൂഹതകളുണ്ട്. ഒരു ഓട്ടോ ഡ്രൈവറോടൊപ്പം വന്ന് ഇത്തരത്തിൽ ഇവിടെ ലോഡ്ജിൽ റൂം എടുക്കുന്നു. അതിനുശേഷം തുടർച്ചയായി 2 ദിവസം ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരുന്നു. അതിനുശേഷം 3-ാം ദിവസം, അതായത് ഇന്ന്, ഈ യുവതിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കാതായതോടുകൂടി ഇവിടെ എത്തി ഈ ലോഡ്ജ് തുറന്നു നോക്കിയപ്പോൾ, മുറി തുറന്നു നോക്കിയപ്പോൾ ഈ യുവതി മരിച്ചു കിടക്കുന്ന നിലയിലാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ ഓട്ടോ ഡ്രൈവറുടെ പങ്ക് ഇതിൽ എന്താണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പോലീസ് എത്തി വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് നിലവിൽ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഈ മുറിക്കകത്ത് തന്നെയാണ് ഇപ്പോഴും ഈ യുവതിയുടെ മൃതദേഹം ഉള്ളത്. യുവതിയുടെ മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെയുള്ളവ, അതുപോലെ തന്നെ റൂമിൻ്റെ പരിശോധന ഉൾപ്പെടെയുള്ളവ എന്തായാലും പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ മൃതദേഹം മുറിക്കകത്ത് തന്നെയാണ് ഉള്ളത്. എന്തായാലും ഈസ്റ്റ് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഈ ഓട്ടോ ഡ്രൈവറെ വിശദമായി ചോദ്യം ചെയ്യുന്നത്. എന്തായാലും ഈ കുഞ്ഞ് നവജാത ശിശു ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ യുവതി ഗർഭിണിയായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഇവിടെ എത്തിയതിന് ശേഷം ഇത്തരത്തിൽ പ്രസവത്തിനിടെ ഒരുപക്ഷെ മരിച്ചതാകാം, അല്ലെങ്കിൽ പ്രസവിച്ച ശേഷം മരണം സംഭവിച്ചതാകാം എന്നുള്ളതാണ്. അതായത് പ്രസവിച്ച ശേഷം കുഞ്ഞിനെയും കൊന്ന് ഈ യുവതി ആത്മഹത്യ ചെയ്തതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊന്നും തന്നെ വ്യക്തത വന്നിട്ടില്ല. അതിനിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ മാത്രമേ അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഈ മുറിക്കകത്ത് ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ 2 മൃതദേഹങ്ങളാണ് ഉള്ളത്.